ഓം ശാന്തി. ഗീതാ രാജയോഗ സപ്താഹത്തിൻ്റെ പരമാത്മ പരിചയം നൽകുന്ന അധ്യായങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഭാഗത്തിലേക്കും ഹൃദ്യമായ സ്വാഗതം. പരമാത്മാ ആരാണെന്നും പരമാത്മാ എവിടെയാണ് ഇരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. ഈശ്വരൻ ഒന്നേയുള്ളൂ. അതൊരു ജ്യോതിയാണ്, പ്രകാശമാണ്. ഈ പ്രകാശമാണ് പരമധാമത്തിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാത്മാ ആത്മാക്കളുടെ അച്ഛനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ആത്മാവിന് സ്ഥിരബുദ്ധിയും ഉറച്ച മനസ്സും ഉണ്ടാക്കണമെങ്കിൽ പരമാത്മാവുമായിട്ടുള്ള സംയോജനമല്ലാതെ മറ്റു പോംവഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ള ശ്ലോകവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈശ്വരൻ സദാ പരംധാമത്തിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈശ്വരന് ഭൂമിയിലേക്ക് വരേണ്ടതായിട്ടും പ്രകടമാകേണ്ടതായിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശ്വരന്റെ ഈ ആഗമനത്തെക്കുറിച്ചിട്ടാണ്. ഭൂമിയിൽ ഈശ്വരൻ എപ്പോൾ ആഗമനം ചെയ്യുന്നു, എന്തിനു വരുന്നു, എപ്പോൾ വരുന്നു, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമാക്കുന്ന ചില ശ്ലോകങ്ങളിലൂടെ ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗീത 4-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകമാണ്. അജോ അപി സന്നവ്യയാത്മാ ഭൂതാനമീശ്വരോ അപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അജോ അഭി സന്നവ്യയാത്മാ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ ഈശ്വരന്റെ വരവിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ്. ഇതിൽ ആദ്യം പറയുന്നത് തന്നെ എനിക്ക് ജന്മമില്ല, നാശവുമില്ല, ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെപ്പോലെ ഒരു ഗർഭത്തിലൂടെ ഭഗവാൻ ജനിക്കില്ല. ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കേട്ടോ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഭഗവാൻ ഒരു ഗർഭത്തിലൂടെ ജനിക്കാത്തവനാണ്. അജന്മാവ് എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. ജനിക്കില്ല. ജനിച്ചാൽ ഭഗവാൻ അച്ഛനും അമ്മയായില്ലേ? പിന്നെ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. പിന്നെ ഒരു അധ്യാപകന്റെ കീഴിൽ പഠിക്കേണ്ടി വരും. ഈശ്വരൻ ഭൂമിയിലെ ആചാര പദ്ധതികളിലൊക്കെ കുടുങ്ങി നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി പോകും. ബുദ്ധിമാനായ ഈശ്വരൻ ഒരിക്കലും ഗർഭത്തിലൂടെ ജനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ ആഗമനത്തെ ജന്മം എന്നല്ല പറയുക, അവതരണം എന്നാണ് പറയുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അവതരണം പലരും ജന്മമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. ഈശ്വരൻ എവിടെയൊക്കെയോ ആരുടെയോ കുട്ടിയായിട്ടൊക്കെ ജനിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവതരണം തികച്ചും വ്യത്യസ്തമാണ്. ഉള്ള ഒന്നിനെ അങ്ങനെ തന്നെ കാഴ്ചവെക്കുന്നതാണ് അവതരണം. ഇപ്പോൾ നമ്മൾ ഈ നാടകവും സിനിമയെല്ലാം തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അവതരണം എന്ന് പറഞ്ഞിട്ട്. അതായത് ആ സംഭവത്തെ കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കുക, അതിലൊന്നും ചെയ്യുന്നില്ല, അതിനെ അങ്ങനെ തന്നെ കാഴ്ചവെക്കുക. അതാണ് അവതരണം. ജന്മം എന്ന് പറഞ്ഞാൽ ഒരു ചക്രത്തിലേക്ക് പെട്ടുപോവുകയാണ്. ജനിച്ചാൽ പിന്നെ പുനർജനിക്കണമേ. അത് ആത്മാവിന്റെ നിയമങ്ങളിൽ ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നിയമങ്ങൾ അറിയുന്ന ഭഗവാൻ പിന്നെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരു ജന്മത്തിലേക്ക് വരില്ല. പുനർജന്മ ചക്രത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്യുന്നത് അവതരണമാണ്. ഈ അവതരണം വേറെയാണ്, ജന്മം വേറെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ഈ ശ്ലോകത്തിൽ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. അതിനുശേഷം ഭഗവാൻ പറയാണ്, എന്നിരുന്നാലും ഞാൻ എൻ്റെ സ്വന്തം ആധ്യാത്മിക രൂപത്തിൽ തന്നെ, ആ രൂപത്തിന്റെ ആധാരത്തിൽ തന്നെ, തന്റെ തന്നെ മായാജാലം എന്ന പോലെ ഞാൻ അവതരിക്കാറുണ്ട്. സംഭവാമി ആത്മമായയാ എന്നാ പറയുന്നത്. തന്റെ തന്നെ ഒരു ജാലവിദ്യ പോലെയാണ്. താൻ ചെയ്യുന്നൊരു ജാലവിദ്യ തന്നെയാണ് എന്റെ അവതരണം എന്നുള്ളത്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ ജാലവിദ്യ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുന്നത്, ഈ ജനനമല്ലെങ്കിൽ പിന്നെ ഭഗവാൻ ഏത് മാർഗമാണ് അവലംബിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഭഗവാൻ അവതരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഭഗവാൻ ഭൂമിയിൽ വരുന്നുണ്ട്. ഭഗവാൻ എപ്പോഴാണ് ഭൂമിയിൽ വരേണ്ടതായിട്ട് വരുന്നത് എന്നറിയോ? അതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് നമ്മൾ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ അവതരണത്തിന്റെ ആ ഒരു സാഹചര്യം, അവതരിക്കുവാൻ ഭഗവാന് സമയമാകുന്ന സന്ദർഭത്തെ കാണിക്കുകയാണ് 2 ശ്ലോകങ്ങളിൽ. 4-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകവും 8-ാം ശ്ലോകവും.
യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അതായത് എപ്പോൾ എപ്പോൾ ഇവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, ഇവിടെ ധർമ്മമനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഈ സ്ഥലത്ത്, ധർമ്മക്ഷേത്രത്തിൽ. ഏതാണ് ധർമ്മക്ഷേത്രം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്നില്ലേ? ധർമ്മക്ഷേത്രം എന്ന് വെച്ചാൽ ഭൂമി തന്നെ. അതൊരു പ്രത്യേക സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതല്ല. ഭൂമി തന്നെയാണ് ധർമ്മക്ഷേത്രം, ധർമ്മമനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള സ്ഥലം. ഇവിടെ ധർമ്മത്തിന് ഗ്ലാനി എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോൾ തദാത്മാനം സൃജാമ്യഹം, അവിടെയാണ് ഭഗവാൻ ഇടപെടുന്നത്. അവിടെ ഞാൻ ഇടപെടുന്നു എന്നാ പറയുന്നത്. അതിൽ ഞാൻ എന്റെ സാന്നിധ്യം അവിടെ അറിയിക്കേണ്ടതായിട്ട് വരുന്നു. ഭഗവാന്റെ സാന്നിധ്യം അവിടെ പുറത്തെടുക്കേണ്ടതായിട്ട് വരികയാണ്. അതിന്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം, ഞാനിത് എന്തിനു വേണ്ടിയാ വരുന്നത്? ഈ ധർമ്മം നശിച്ച് അധർമ്മം വിളയാടുന്ന അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യണം? പരിത്രാണായ സാധൂനാം, പരിത്രാണനം ചെയ്യണം, സംരക്ഷിക്കണം. ആരെ? സാധൂനാം, നന്മ നിറഞ്ഞവരെ, നല്ല മനുഷ്യരെ, അവരെ സംരക്ഷിക്കണം. പിന്നെയോ വിനാശായ ച ദുഷ്കൃത, ദുഷ്കൃതികളെ സംഹരിക്കണം. എന്ന് വെച്ചാൽ ഒരു കൂട്ടം ജനങ്ങളെയൊക്കെ അങ്ങോട്ട് രക്ഷിക്കണം, മറ്റൊരു കൂട്ടം ജനങ്ങളെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ച് കളയണം. ഇങ്ങനെ നമ്മൾ അർത്ഥമെടുക്കരുത്. എനിക്ക് നല്ലവരെയൊക്കെ രക്ഷിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവരിലെ ദുഷ്കൃതികളെ സംഹരിക്കണം. ഭഗവാന് തന്റെ നല്ല മക്കളെ രക്ഷിക്കണം. അതിനുവേണ്ടി തന്റെ മക്കളുടെ കയ്യിൽ എന്തെല്ലാം ദുഷ്കൃതികളുണ്ടോ, ദുഷ്കർമ്മങ്ങളുടേതായ പ്രഭാവങ്ങളുണ്ടോ, ദുഷ്കർമ്മങ്ങളുടെ ശീലങ്ങളുണ്ടോ, ഇതിനെയൊക്കെ സംഹരിക്കണം. വിനാശായ ച ദുഷ്കൃത എന്ന് വെച്ചാൽ ദുഷ്കൃതികളെ സംഹരിക്കണം. ഇത് ചെയ്യാനാണ് ഭഗവാൻ വരുന്നത്. അങ്ങനെയെങ്കിൽ ഭഗവാൻ എപ്പോൾ വരണം? ഇതൊന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു കാലഘട്ടം എത്തി എന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ എന്നാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിന് പലപ്പോഴും ഗ്ലാനി സംഭവിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. അപ്പോഴെല്ലാം പല പല പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും എല്ലാം വന്ന് അതിനെങ്ങനെ അത്യാവശ്യമെല്ലാം മിനുക്കുപണികൾ ചെയ്ത് കൊണ്ടുപോയിട്ടുമുണ്ട്. എന്നാൽ ഒരു മിനുക്കുപണി കൊണ്ടൊന്നും നേരാക്കാൻ പറ്റാത്ത തരത്തിൽ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത്? ഇങ്ങനൊരു കാലഘട്ടം ഏത് യുഗത്തിലുണ്ടായിട്ടുണ്ട്? എവിടെ ഉണ്ടായിട്ടില്ല. ഈ കലിയുഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ധർമ്മഗ്ലാനി പോലെ ഒരു ധർമ്മഗ്ലാനി ഏത് യുഗങ്ങളിലും നടന്നിട്ടുണ്ടായിരിക്കില്ല. പൂർണ്ണമായി ഒന്ന് അവലോകനം ചെയ്തു നോക്കിയാൽ ചതുർയുഗങ്ങളിൽ ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി, നല്ല മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി, അവരിലെ ദുഷ്കൃതികളെ സംഹരിക്കുവാൻ വേണ്ടി സംഭവാമി യുഗേ യുഗേ, യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് യുഗത്തിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും എല്ലാം ഞാൻ അവതരിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഴ്ച തോറും ഞാൻ വരും എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും എല്ലാം ഞാൻ വരുന്നതാണോ? അല്ല. ആഴ്ച തോറും വരും എന്ന് ഞാൻ ഒരു ഞായറാഴ്ച പറഞ്ഞുവെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ വരുന്നതാണ് അർത്ഥം. ആഴ്ച തോറും ഞാൻ വരുന്ന ഞാൻ തിങ്കളാഴ്ച പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വരും. അതായത് ഭഗവാൻ ഈ വാക്ക് ഉച്ചരിച്ചത് ഏത് യുഗത്തിലാണോ ആ യുഗം എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ വീണ്ടും ഭഗവാൻ വരും എന്നുള്ളതാണ് ഈ ശബ്ദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഭവാമി യുഗേ യുഗേ, അങ്ങനെ ഒരു യുഗത്തിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ അങ്ങനെ ഒരു യുഗം നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് തന്നെയാണ്. ഈ കലിയുഗാന്ത്യത്തെ തന്നെയാണത് പറയുന്നത്. ഈ കലിയുഗ അവസാനത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ ഭഗവാൻ വരേണ്ടത്. കാരണം ഇതിനു മുൻപൊന്നും ഭഗവാൻ അങ്ങനെ ഒരു ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടതായിട്ട് അത്രയും ഒരു മോശമായൊരവസ്ഥ ഭൂമിയിൽ വരാൻ ഒരിക്കലും സാധ്യതയില്ല. നമ്മൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ചതുർയുഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കണം.
ഈ യുഗങ്ങളെല്ലാം എടുത്തു നോക്കിയാലേ ഭഗവാൻ ഈ പറയുന്ന അവസ്ഥ ഏത് യുഗത്തിലാ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. 4 യുഗങ്ങളാണല്ലോ ആകെ ഉള്ളത്. ഒന്ന് സത്യയുഗം, മറ്റൊന്ന് ത്രേതായുഗം, ഇനിയൊന്ന് ദ്വാപരയുഗം, അടുത്തത് കലിയുഗം. ഈ 4 യുഗങ്ങളും കൂടെ ചേർന്നതാണ് ഒരു യുഗചക്രം, അഥവാ ഒരു കൽപ്പത്തിന്റെ ചക്രമാണ്. 4 യുഗങ്ങൾ ചേരുമ്പോൾ ഒരു കൽപ്പമാകുന്നു. ഈ ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും അടുത്ത യുഗങ്ങൾ വരുന്നു. സത്യയുഗം കഴിഞ്ഞാൽ ത്രേതായുഗം, ത്രേതായുഗം കഴിഞ്ഞാൽ ദ്വാപരയുഗം, ചക്രം കറങ്ങുകയാണ്. ദ്വാപരയുഗം കഴിഞ്ഞാൽ കലിയുഗം, കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും സത്യയുഗം, പിന്നെ വീണ്ടും ത്രേതായുഗം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗചക്രമാണ് ഈ ഭൂമിയിലുള്ളത്. ഇതിന് അവസാനമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ക്ലോക്ക് പോലെയാണ്, ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഏതാ ആദ്യം എന്ന് പോലും പറയാൻ പറ്റില്ല. ചുറ്റുന്നൊരു സാധനത്തിന് പിന്നെ ആദ്യമുണ്ടോ? ഇപ്പൊ വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശരത് എന്ന് പറഞ്ഞ് 4 ഋതുക്കൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. ഇതിലെ ഏത് ഋതുവാണ് ആദ്യത്തെ ഋതു എങ്ങനെ പറയാൻ പറ്റും? ഒരറ്റമില്ല. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. രാവ് പകല് എന്ന് പറഞ്ഞിട്ടൊരു ചക്രം ചുറ്റിക്കൊണ്ടിരിക്കുക, രാവിന്റെയും പകലിന്റെയും ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ. ഇതിലെ രാത്രിയാണോ ആദ്യത്തെ സാധനം, പകലാണോ ആദ്യത്തെ സാധനം? ഇത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വിത്ത് ചെടി എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൽ നിന്ന് ചെടി ഉണ്ടാകുന്നു, ചെടിയിൽ നിന്ന് വിത്ത് ഉണ്ടാകുന്നു. ഇതിലേതാണ് ആദ്യം ഉണ്ടായത്? ഇതിനൊന്നും ഒരു അറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഈ ടൈം സൈക്കിൾ, അഥവാ ഈ യുഗചക്രം. വലിയ ഒരു സമയത്തിന്റെ സൈക്കിളാണ്, വലിയ ചക്രമാണ്. ഓരോ യുഗങ്ങൾ പിന്നിടുമ്പോഴാണ് ചക്രത്തിന്റെ ഓരോ കാൽ ഭാഗം പിന്നിടുന്നത്. ഒരു ചക്രം പൂർത്തീകരിക്കുമ്പോഴേക്ക് 4 യുഗങ്ങൾ തീർന്നിട്ടുണ്ടാവും. ഒരു ചക്രത്തിന്റെ കാലയളവ് 5000 വർഷമാണ്. അപ്പോഴതിനെ 4 ആക്കിയിട്ടുള്ള ഭാഗമാണ് 1250 വർഷം വീതം ഓരോ യുഗങ്ങളും. ഇത് കൃത്യമാണ്. ഒരു യുഗം വലുതും ഒരു യുഗം ചെറുതുമൊന്നുമല്ല. കാരണം കാലത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമായ സ്വസ്തിക തുല്യമായ 4 ഭാഗങ്ങളുള്ള ഒരു ചിഹ്നമാണ്. സ്വസ്തിക ചിഹ്നം കണ്ടിട്ടില്ലേ? ഗണപതിയുടെ എല്ലാം കയ്യിലെല്ലാം കാണിച്ചിട്ടുണ്ടാവും. സ്വസ്തിക കാലത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഇതിന് തുല്യ 4 ഭാഗങ്ങളാണ്. അതുകൊണ്ട് 4 യുഗങ്ങളും തുല്യം തന്നെയാണ്. ഓരോ യുഗങ്ങളും ഓരോ തരം അളവിലല്ല ഇരിക്കുന്നത്. അപ്പോൾ 4 യുഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഇതിൽ സത്യ, ത്രേത, ദ്വാപര, കലി. ഓരോ യുഗത്തിൽ എന്തെല്ലാമാണ് വിശേഷതകൾ എന്ന് പഠിക്കുക. സത്യുഗം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം, പേരിൽ നിന്ന് തന്നെ നല്ല ഒരു യുഗമായിട്ട് കണക്കാക്കാം. ചക്രത്തിന് ആരംഭം എന്നൊന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം സത്യയുഗം ഒരു ആരംഭ യുഗമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സത്യയുഗത്തിന് മുൻപും ഒരു കലിയുഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യയുഗം 4 യുഗങ്ങളിൽ വെച്ച് നല്ല യുഗമാണെന്ന് നമുക്ക് പറയാം. സത്യയുഗത്തിലാണ് ആത്മാക്കൾ ബ്രഹ്മലോകത്തുനിന്ന് വരുന്നത്. ഒരു കൽപ്പത്തിനു ശേഷം ശുദ്ധീകരിക്കപ്പെട്ട സൃഷ്ടി, പാവനമായ സൃഷ്ടി ഇരിക്കുകയാണ്. അവിടേക്കാണ് നമ്മൾ ആത്മാക്കൾ വരുന്നത്. വളരെ കുറച്ച് ആത്മാക്കൾ, എല്ലാവരും കൂടി ആദ്യം തന്നെ വരുന്നൊന്നുമില്ല. വളരെ കുറച്ചു പേര്. ഭൂമിയുടെ പ്രകൃതി വ്യവസ്ഥയാകട്ടെ വളരെയധികം സമ്പുഷ്ടം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മനുഷ്യാത്മാക്കൾ ദേവാത്മാക്കളായിട്ടാണ് ഇറങ്ങി വരുന്നത്. ദേവീ ദേവന്മാരെന്നാ പറയുന്നത്. അതായത് നമ്മളൊക്കെ അത്രയും ദിവ്യമായ ഗുണങ്ങൾ നിറഞ്ഞവരായതുകൊണ്ട് നമ്മളെ ദേവതകൾ എന്ന് വിളിക്കണം. വെറും മനുഷ്യർ എന്ന് വിളിക്കാൻ പറ്റില്ല. ദിവ്യരായ ദേവതകൾ. ദേവതകൾ വസിച്ചിരുന്ന ഒരു ഭൂമിയാണ് അന്നത്തെ ഭൂമി. അതുകൊണ്ടാണ് ഭാരതത്തെ ദേവഭൂമി എന്ന് പറയുന്നത്. കാരണം അന്ന് ഭാരതമായിരുന്നു ഏകഖണ്ഡം. ഇന്നത്തെ ഭാരതമല്ല. അന്നത്തെ ഭാരതം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒരു രീതിയിലാണ് ആ രാജ്യം കിടക്കുന്നത്. ഇന്നുള്ള പലതും അന്നില്ല, അന്നുള്ള പലതും ഇന്ന് ഭാരതത്തിലില്ല. ആ രീതിയിലുള്ള ഒരു ഭാരതത്തിൽ ആണ് ഈ യുഗം ആരംഭിക്കുന്നത്, സത്യയുഗം. ഏകധർമ്മം, ഏകരാജ്യം, ഏകഭാഷ, ഏകാഭിപ്രായം, എല്ലാം ഒന്ന്, ഒരേ ഒരു ഭരണം, സദ്ഭരണം. ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് ഭാരതത്തിൽ ആരംഭിക്കുന്നത്. ദേവീദേവന്മാർ, സ്വർണ്ണക്കിരീടങ്ങളും സ്വർണ്ണക്കൊട്ടാരങ്ങളുമുള്ള ദേവീദേവന്മാർ. ആ കാലഘട്ടത്തിൽ അത്തരക്കാരായതുകൊണ്ടാണ് പുരാതന കഥകളിലെല്ലാം കഥാപാത്രങ്ങൾ ഈ മഹാരാജാക്കന്മാരുടെ രൂപത്തിലും ദേവീദേവന്മാരുടെ രൂപത്തിലും കാണിക്കുന്നത്. ഇന്നൊരാൾ കഥ എഴുതുകയാണെങ്കിൽ പാൻറ്റും ഷർട്ടും ഇട്ടവരെയും ടീഷർട്ടും എല്ലാം ഇട്ടവരെയാണ് കാണിക്കുക. സാരി ഉടുത്തവരെയും ചുരിദാർ ഇട്ടവരെയും ഒക്കെ കാണിക്കും. കാരണം ഇന്ന് കഥ എഴുതുന്ന ആള് ഇന്ന് കാണുന്ന ആളുകളെ വെച്ചിട്ടാണ് കഥ എഴുതുക. അതുകൊണ്ട് പുരാതന കഥകളിലെല്ലാം ദിവ്യരായ കുറെ ആളുകളെയാണല്ലോ കാണിച്ചിരിക്കുന്നത്. സമസ്ത കഴിവുകളും വിദ്യകളും അറിയാവുന്നവരെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു പരിധിവരെ ഒരു നല്ല കാലം മുന്നുണ്ടായിരുന്നു എന്നുള്ളതിനെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. നമ്മൾക്ക് ചില അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മളൊക്കെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യരായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ നമ്മൾ പതുക്കെ വളർന്നു വന്നതാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്.
എന്നാൽ അങ്ങനെയല്ല. ദ തിയറി ഓഫ് എൻട്രോപ്പി അനുസരിച്ച് എല്ലാം ഈ ലോകത്ത് ആദ്യം നല്ലതായിരിക്കുകയും പിന്നെ പതുക്കെ പതുക്കെ നന്നല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഗീത തന്നെ പറയുന്നത് സത്വം, രജസ്, തമസ് എന്നീ ഈ 3 ഗുണങ്ങളിലൂടെ ഈ ക്രമത്തിലാ സഞ്ചരിക്കുക. സത്വം, രജസ്, തമസ്. ആദ്യം വളരെ നല്ലത്, പിന്നെ കുറച്ച് നന്നല്ലാത്ത രീതിയിലേക്ക് എത്തുക, പിന്നെ തീരെ നന്നല്ലാതെയാവുക. അപ്പോൾ മനുഷ്യൻ ആദ്യം ഒരു അധകൃത വർഗവും പിന്നെ പതുക്കെ പതുക്കെ ഡെവലപ്പായി എന്നാണ് നമ്മളെ ചില സയൻസിന്റെ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നത്. അതൊരു പുത്തൻ അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രാചീന കാലത്ത് പ്രാകൃത മനുഷ്യരായിരുന്നു. വാസ്തവം തന്നെയാണ്. പ്രാചീന കാലത്ത് നമ്മളൊക്കെ പ്രാകൃത മനുഷ്യരായിരുന്നു, വികൃത മനുഷ്യരായിരുന്നില്ല. പ്രാകൃത മനുഷ്യരായിരുന്നു എന്നുള്ളത് അക്ഷരം പ്രതി ശരിയാണ്. എന്താ കാരണം? പ്രാകൃതം എന്നാൽ ആ പദത്തിന്റെ അർത്ഥം പ്രകൃതിയോട് യോജിപ്പുള്ളവർ എന്നുള്ളതാണ്. പ്രാകൃതം എന്നാൽ പ്രകൃതിയോട് യോജിപ്പുള്ളവർ. പ്രകൃതിയോട് യോജിപ്പുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ നല്ല പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുകയും പ്രകൃതിയെ വളരെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങുകയും ചെയ്തിരുന്ന വളരെ സാത്വികരായിരുന്നു നമ്മൾ എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? വികൃതമായവരായിരിക്കുമോ? അല്ല. നിങ്ങൾ പ്രകൃതി ജീവനം നയിച്ചു നോക്കൂ, അപ്പോഴറിയാം. നിങ്ങൾ നല്ല ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേവിക്കാത്ത ആഹാരമൊക്കെ കഴിച്ച് ജീവിച്ചു നോക്കൂ, നിങ്ങളുടെ തൊലിയൊക്കെ തിളങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ തലമുടിയൊന്നും വേഗം നരക്കില്ല, തോലൊന്നും വേഗം ചുളിയില്ല. പ്രകൃതിയുടെ ആ സമ്പുഷ്ടത അങ്ങനെ ശരീരത്തിലേക്ക് കിട്ടാൻ തുടങ്ങിയാലേ ശരീരം തേജോമയമാകും. അപ്പോൾ പ്രാകൃത മനുഷ്യരെന്ന് വെച്ചാൽ ദേവീദേവന്മാരാണ് വാസ്തവത്തിൽ. അല്ലാതെ വികൃതമായ താടിയും മുടിയൊക്കെ വളർന്ന് കുനിഞ്ഞു നടക്കുന്ന കുരങ്ങന്മാരെ പോലുള്ള മനുഷ്യരല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉള്ള ഒരു ദേവലോകമാണ് ഭൂമിയിൽ ആരംഭിക്കുന്നത്. നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് ഡെവലപ്പായി വന്ന് മനുഷ്യനായതല്ല. ദേവനായി പിറന്ന് മനുഷ്യനായി ഇപ്പൊ കുരങ്ങനെ പോലെ ആയിരിക്കുകയാണ്, ചാടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. നേരെ തിരിച്ചാണ് ഈ ഒരു പരിണാമം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് മനസ്സിന്. അപ്പോൾ ദേവീദേവന്മാരിൽ നിന്ന് ആരംഭിച്ച പരമ്പര പിന്നീട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞില്ലേ തിയറി ഓഫ് എൻട്രോപ്പി, അത് വാസ്തവമാണ്. ഊർജ നഷ്ടം തുടങ്ങി. സത്യയുഗം മുതൽ പുനർജന്മ ചക്രത്തിലേക്ക് നമ്മൾ പെടുകയാണ്. സൂര്യവംശ ദേവീദേവന്മാർ പുനർജന്മ ചക്രത്തിലൂടെ ജന്മങ്ങൾ പിന്നിട്ട് ത്രേതായുഗത്തിലെത്തി ചന്ദ്രവംശി ദേവീദേവന്മാരാവുകയും പിന്നീട് ത്രേതായുഗത്തിലും പുനർജനിച്ച് ദ്വാപരയുഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ദേവീദേവന്മാരെല്ലാവരും ദ്വാപരയുഗത്തിലേക്ക് എത്തി. സത്യയുഗത്തിലെയും ത്രേതായുഗത്തിലെയും എല്ലാ ദേവീദേവന്മാരുടെയും കൂടി ആകെക്കൂടെയുള്ള ഒരു സംഖ്യയാണ് 33 കോടി. ഇവരെയാണ് നമ്മൾ 33 കോടി ദൈവങ്ങളെ എന്ന് വിളിക്കുന്നത്. ദൈവങ്ങളല്ല, ദേവീദേവന്മാർ. അത് സത്യത്രേതായുഗങ്ങളിലെ ടോട്ടൽ പോപ്പുലേഷനാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? പിന്നീട് ഈ ഭൂമിയിലേക്ക് ബ്രഹ്മലോകത്തിൽ നിന്ന് പുതിയ പുതിയ ആത്മാക്കൾ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കുകയും ഭൂമിയിലുള്ള ആത്മാക്കൾ ആരും തന്നെ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ പുനർജനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിനാൽ ഇവിടുത്തെ ജനസംഖ്യ ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ദ്വാപരയുഗമാണ്. രണ്ടായി കാണാൻ തുടങ്ങുകയാണ് അവിടെ മനുഷ്യൻ. എന്റെ, നിന്റെ, ഇത് എനിക്ക് ഇത്ര, നിനക്ക് അത്ര, ഇങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങുകയാണ്. മനുഷ്യന്റെ ഉള്ളിൽ കാമക്രോധ ലോഭമോഹാഹങ്കാരങ്ങളാകുന്ന രോഗാണുക്കൾ പിടിപെടുകയാണ്. മനുഷ്യൻ വികാരങ്ങൾക്ക് അടിമപ്പെടുകയാണ്. കാമം പൂർത്തീകരിക്കുവാനും ക്രോധം പൂർത്തീകരിക്കുവാനും ലോഭമോഹ അഹങ്കാരങ്ങൾ കൊണ്ട് മത്സരിച്ചുകൊണ്ടും മനുഷ്യൻ പരസ്പരം ഛിന്നം ഭിന്നമായി. ഇത് ദ്വാപരയുഗത്തിൽ സംഭവിച്ചതാ. ദേവീദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച് മനുഷ്യത്വത്തിലേക്കെത്തി. ദേവത്വം മനുഷ്യത്വത്തിന് വഴിമാറി. പ്രതിവിധികൾ ആലോചിച്ചു. എന്തു ചെയ്യും? നമുക്കാകെ നഷ്ടം പറ്റിയിരിക്കുന്നല്ലോ, നമ്മളൊക്കെ ഇനി തിരിച്ചെങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് എത്തും എന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ട് പല പല തപോമാർഗങ്ങളും യജ്ഞമാർഗങ്ങളും ധ്യാനമാർഗങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു, തിരിച്ച് തന്റെ ദിവ്യത തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതികളും സ്മൃതികളും ഉപനിഷത്തുകളും വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇവയുടെ എല്ലാം കൂടി ഒരു സാരമായ ഭഗവത്ഗീതയും ഇങ്ങനെ പലതും രചിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാമുനിമാരും മഹർഷിമാരും ചേർന്ന് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പല പല മഹാഗ്രന്ഥങ്ങളും രചിച്ചു, കഥകൾ രചിച്ചു. ഇതൊക്കെ മനുഷ്യന് വഴികാട്ടാൻ വേണ്ടിയിട്ടാണ് ദ്വാപരയുഗം മുതൽ ആരംഭിച്ചത്. ആദ്യം ധ്യാനവും തപസ്സും കൊണ്ട് മാത്രം തൃപ്തിയായിരുന്ന മനസ്സ് പിന്നെ തൃപ്തിയാകാതെ ആയപ്പോൾ ആരാധനാ സമ്പ്രദായങ്ങളും അഭിഷേകങ്ങളും പൂജകളും ഒക്കെ ചെയ്യാൻ വേണ്ടി അമ്പലങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെ പലതരത്തിൽ നമ്മുടേതായ ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടായി. ഇതേ സമയം
ഇതര ഭൂഖണ്ഡങ്ങളിൽ പല പല പ്രവാചകന്മാർ അവതരിച്ച് അവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ എല്ലായിടത്തും വന്ന എല്ലാ പുണ്യപുരുഷന്മാരും ഈശ്വരൻ ഒന്നാണ്, നമ്മളൊക്കെ ഈശ്വരന്റെ മക്കളാണ് എന്നുള്ള ഭാവന വളർത്താൻ വേണ്ടിയിട്ടുള്ള പഠനമാണ് നൽകിയത്. പരസ്പരം തമ്മിൽ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് മതവിദ്യാഭ്യാസം എന്ന പേരിൽ അവർ നൽകിയത്. പക്ഷേ ഇന്ന് ഈ പഠിപ്പൊക്കെ പഠിച്ചിട്ടും ദൗർഭാഗ്യവശാൽ പലരും തമ്മിൽ അടുക്കുന്നതിന് പകരം തമ്മിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്തിനു വേണ്ടി ഇവയെല്ലാം ഉണ്ടാക്കിയോ അവയുടെ വിപരീത ഫലങ്ങൾ പലയിടത്തും കാണുന്നുമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദ്വാപരയുഗത്തിൽ അനവധി പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ആഗമനങ്ങൾ കഴിഞ്ഞു. അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയും വന്ന് എത്രയോ വർഷങ്ങൾ പിന്നിട്ട് കലിയുഗത്തിലെത്തി. കലിയുഗത്തിന്റെയും അവസാന സമയത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കലിയുഗം എന്നാൽ കലഹയുഗം, മനുഷ്യന് കണ്ണു കാണാത്ത യുഗം, കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന യുഗം, ഇനി എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിൽക്കുന്ന യുഗം. ഇത് ഇങ്ങനെയൊക്കെ ആകൂ, ഇനി ഇതിനൊന്നും ശരിയാക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ച് വീഴാൻ പോകുന്ന യുഗത്തെ വീണ്ടും തള്ളിയിടാൻ ശ്രമിക്കുന്ന യുഗം. ഇങ്ങനൊരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ യുഗങ്ങളുടെ ഈ താഴേക്കുള്ള ഈ കുത്തൊഴുക്ക്, അധപ്പതനം, യുഗങ്ങളിലൂടെ അധപ്പതിക്കുക ചെയ്തത് മനുഷ്യൻ. ഡെവലപ്പായിട്ടില്ല. നമുക്ക് ഡെവലപ്പായി എന്ന് തോന്നുന്നേ ഉള്ളൂ. മനുഷ്യൻ ഈ സയൻസിന്റെ ഡെവലപ്പ് കണ്ടിട്ട് മനുഷ്യൻ ഡെവലപ്പായി എന്ന് പറയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സയൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡെവലപ്മെന്റ് അല്ല, മനുഷ്യന്റെ നിവൃത്തികേടിനെയാണ് സയൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ സാധനങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ വീക്കാവുമ്പോഴാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ 10 കിലോമീറ്റർ ദൂരെയായിരുന്നു നമുക്കൊരു ആശുപത്രി ഉണ്ടായിരുന്നത്. ദേ ഈ വർഷം നമ്മൾക്ക് നടന്നാൽ എത്താവുന്ന ദൂരത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നു. പൊതുവെ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പറയും നമ്മുടെ നാട്ടിൽ ഡെവലപ്മെന്റ് ആയി. എന്നാൽ വിവേചനമുള്ള ഒരാൾ പറയും നമ്മൾ അധപ്പതിച്ചു. കാരണം ഇവിടെ രോഗികളെ നിറയെ കിട്ടാനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയത്. പണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഞാൻ 10 കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ പറയും നമ്മുടെ പഞ്ചായത്തിൽ പുരോഗതി വന്നു, പോലീസ് സ്റ്റേഷൻ അടുത്തായി. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയ പോലീസ് സ്റ്റേഷൻ വീണ്ടും ഒരെണ്ണം കൂടി വന്നതിന്റെ ആവശ്യകത എന്താ? ഇവിടെ പ്രശ്നങ്ങൾ കൂടി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു, ഇതൊക്കെ നമ്മളുടെ ഒരു ചീഞ്ഞ ഭാഗത്തെ സ്പ്രേ അടിച്ച് ശരിയാക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ നികത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികമായ തളർച്ചയുടെ മറ്റൊരു വശമാണ് ഭൗതികമായ വളർച്ച. നമ്മൾ എത്ര ഭൗതികതയിൽ വളർന്നു എന്നുള്ളത് എത്ര ആത്മീയമായി തളർന്നു എന്നുള്ളതിന്റെ അളവുകോലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വെറും ഭൗതിക അഭിവൃദ്ധിയിലൂടെ മാത്രം നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നമ്മൾ ആധ്യാത്മികമായിട്ടും ബുദ്ധിപരമായിട്ടും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സാഹോദര്യത്തിന്റെയും എല്ലാം മൂല്യങ്ങളുടെ ഭാഗത്തെടുത്തു നോക്കുകയാണെങ്കിലും നമ്മൾ താഴ്ന്നിരിക്കുകയാണ്, അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടമല്ലേ യഥാർത്ഥ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഈശ്വരൻ ചെയ്യേണ്ട കാര്യം ഇവിടെയല്ലേ നടക്കേണ്ടത്? ഇതിനിടയിൽ ഏതെങ്കിലും യുഗങ്ങളിൽ ഒരു ധർമ്മ സംസ്ഥാപനം നടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഈ കലിയുഗം ഇവിടെ വരില്ലായിരുന്നു. അവിടെ വെച്ച് സത്യയുഗത്തിലേക്ക് തിരിച്ചു യാത്ര ചെയ്യുമായിരുന്നു യുഗം. അപ്പൊ ധർമ്മം സംസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എവിടെയും. ധർമ്മം ഇടയിൽ വെച്ച് എവിടെയും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ധർമ്മത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു വന്നിട്ടേ ഉള്ളൂ ഇതുവരെ എത്താൻ വേണ്ടി. ധർമ്മത്തെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കേണ്ടി വരുന്നത് കലിയുഗ അവസാനത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തെ അപേക്ഷിച്ച് ത്രേതായുഗം താഴ്ന്ന ഗ്രേഡിലുള്ള യുഗമാണ്. ത്രേതായുഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദ്വാപരയുഗം അതിനേക്കാൾ താഴ്ന്ന ഒരു ഗ്രേഡിലായിരിക്കുന്നത്. ദ്വാപരയുഗത്തെ വെച്ച് നോക്കുമ്പോൾ കലിയുഗം വീണ്ടും അധപ്പതിച്ചൊരു സ്റ്റേജിലുള്ള യുഗമാണ്. പക്ഷെ കലിയുഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന സത്യയുഗം ഉയർന്ന യുഗമാണ്. അപ്പോൾ ഇവിടെയാണ് ധർമ്മ സംസ്ഥാപനം നടക്കേണ്ടത്. ഈ കലിയുഗത്തിൽ നിന്നാണ് ഈശ്വരൻ ഒരു ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് സത്യയുഗത്തിലേക്കുള്ള രീതിയിലേക്ക് അതിനെ ആക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ ഇടപെടുന്നത് എവിടെയാണ്? പരിത്രാണായ സാധൂനാം, തന്റെ നല്ല കുട്ടികളെയൊക്കെ പരിത്രാണനം ചെയ്യാൻ, അതിനുവേണ്ടി വിനാശായ ദുഷ്കൃതാം, മോശമായ സ്വഭാവ സംസ്കാരങ്ങളെ സംഹരിച്ചു കൊടുക്കാൻ ഭഗവാൻ എവിടെ ഇടപെടേണ്ടത്? ഈ കലിയുഗ അവസാനത്തിലാണ് ഭഗവാൻ ഇടപെടേണ്ടത്. ഇവിടെയാണ് ഭഗവാൻ ഇവിടെ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. എത്ര പേര് ഇത് അറിയുന്നുണ്ട്?
ധർമ്മ സംസ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഭഗവാൻ. അറിഞ്ഞോ ആരെങ്കിലും? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഹേ അർജുന, നിനക്ക് നിന്റെ സ്ഥൂല മാംസത്തിന്റെ നേത്രങ്ങളാൽ എന്നെ കാണാനുള്ള കഴിവില്ലാത്തതിനാൽ ഞാൻ നിനക്ക് ദിവ്യനേത്രം സംഭാവനയായിട്ട് തരാം. നീ ഇതുകൊണ്ട് നോക്കൂ, അപ്പോഴേ എന്നെ കാണൂ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ദിവ്യനേത്രത്തിന്റെ കുറവുള്ളത് കാരണത്താൽ മനക്കണ്ണ്, അകക്കണ്ണ്, ആത്മനേത്രം എന്നൊക്കെ പറയുന്ന ആ നേത്രത്തിന്റെ കുറവുള്ളത് കാരണത്താൽ നമുക്ക് ഭഗവാനെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ ഇപ്പോൾ ഭൂമിയിൽ പ്രകടമാണ്. ഈശ്വരൻ ഭൂമിയിൽ വളരെ രഹസ്യരൂപേണ തൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ പോയിരിക്കുന്നു. നമ്മൾക്കിത് അറിയാൻ എന്തു ചെയ്യണം? നമ്മുടെ ദിവ്യനേത്രം തുറക്കണം. നമ്മുടെ ആത്മനേത്രത്തിലെ അഴുക്കുകൾ പറ്റിയിരിക്കുന്ന ഭാഗങ്ങളെ തുടച്ച് വൃത്തിയാക്കി യോഗയുക്തമായ മനസ്സോടെ ഒന്ന് മൂന്നാം കണ്ണ് തുറന്നു നോക്കൂ. ഭഗവാൻ ഭൂമിയിൽ കർത്തവ്യമനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ധർമ്മത്തെ രക്ഷിക്കുവാനും അധർമ്മത്തെ സംഹരിക്കുവാനും വീണ്ടും ഒരു ധർമ്മം നിറഞ്ഞ ലോകം പണിയാനുമായി ഈശ്വരൻ വന്നിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ജ്ഞാനം കൊണ്ടുള്ള അഭിവൃദ്ധി അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അറിവെല്ലാം ഒഴുകുവാൻ കാരണം ഈശ്വരൻ ഭൂമിയിൽ വന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇതൊന്നും ആർക്കും വേണ്ടാതെ അടച്ചുവെച്ച സാധനങ്ങളായിരുന്നു ഈ ജ്ഞാനമെല്ലാം. ഇതൊക്കെ വീണ്ടും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയ അർത്ഥം ഈശ്വരൻ വീണ്ടും ഈ ജ്ഞാനത്തെ പുതുക്കിപ്പണിയാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗീതയിൽ തന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ ജ്ഞാനം ഞാൻ ഇതിനു മുൻപും നൽകിയിട്ടുണ്ടെന്നും പിന്നീട് ഇത് ശോഷിച്ചു പോയെന്നും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വീണ്ടും അവതരിപ്പിക്കുകയാണ്. പല തവണ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ജ്ഞാനം എപ്പോൾ ഭഗവാന്റെ ജ്ഞാനം ഭൂമിയിൽ കാണാതെയാകുന്നു അപ്പോൾ ഭഗവാൻ വന്ന് ആ ജ്ഞാനത്തെ വീണ്ടും ഇവിടെ സംസ്ഥാപിച്ചിട്ട് പോകും. ആ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ സൃഷ്ടിച്ചിട്ട് പോകും. ഇതാണ് ഭഗവാൻ ചെയ്യുന്ന ധർമ്മ സംസ്ഥാപനം. ഈ ധർമ്മ സംസ്ഥാപനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ യഥാർത്ഥത്തിൽ പറയുന്നത് സംഗമയുഗം എന്നാണ്, കലിയുഗമല്ല. കലിയുഗത്തിന്റെയും സത്യയുഗത്തിന്റെയും ശ്രേഷ്ഠമായ സംയോജനം നടക്കുന്ന സംഗമയുഗം. ആത്മാക്കളും പരമാത്മാവും തമ്മിൽ സംഗമിക്കുന്ന സംഗമയുഗം. നന്മയും തിന്മയും തമ്മിൽ സംഗമിക്കുന്ന സംഗമയുഗം. സ്വർഗവും നരകവും തമ്മിൽ സംഗമിക്കുന്ന സംഗമയുഗം. ആ സംഗമയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഒരു ശ്ലോകത്തിൽ നോക്കൂ, നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിൽ എന്നിൽ അഭയം പ്രാപിച്ച കുറേ പേരുണ്ട് ഈ ലോകത്ത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ കേട്ടുനോക്കൂ. വീതരാഗഭയക്രോധ മന്മയാ മാപുപാശ്രിത ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗത. കണ്ടില്ലേ? രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മുക്തമായി എന്നിൽ തന്നെ ശരണമടഞ്ഞവർ, എന്നെപ്പറ്റിയുള്ള ജ്ഞാനത്താൽ സ്വയം ശുദ്ധീകരിച്ച് ഞാനുമായി ദിവ്യപ്രേമത്തിൽ ബന്ധിതരായവർ എത്രയോ പേരുണ്ട് ഇവിടെ. അതാണ് ഞാനിവിടെ ഉണ്ട് എന്നുള്ള എൻ്റെ ലക്ഷണം. ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഭഗവാനുമായി ബന്ധം സ്ഥാപിച്ച് ദിവ്യപ്രേമത്താൽ ബന്ധിതമായി ഭഗവാന്റെ ജ്ഞാനത്തിനു മുന്നിൽ ശരണമടഞ്ഞ, രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മുക്തമായ അനവധി പേരുണ്ടാകാൻ തുടങ്ങും. നമ്മുടെ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ കാണാം. എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. മഹാമണ്ഡലേശ്വരന്മാരായ സന്യാസിമാർ പോലും നമ്മുടെ ഈശ്വരീയ വിദ്യാലയത്തിന്റെ മുഖ്യാസ്ഥാനം സന്ദർശിക്കുന്ന സമയത്ത് പൊതുവെ പറയുന്ന ഒരു അഭിപ്രായമാണ്, ഞങ്ങൾ എത്രയോ പേർക്ക് ഗീത പഠിപ്പിച്ചു കൊടുക്കുന്നു, പക്ഷേ ഗീതയിൽ പറയുന്ന പോലെയുള്ള മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ പരാജയപ്പെടുകയാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ഗീത ജീവിക്കുന്നു എന്ന് വെച്ചാൽ ഗീത അനുസരിച്ചുള്ള മനുഷ്യർ ഒരുപാട് പേര് ജീവിക്കുന്നു എന്ന്. അപ്പോൾ ഈശ്വരൻ പറയുന്ന ആ തെളിവ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കൂ ഈശ്വരീയ വിദ്യാലയത്തിലേക്ക്. അവിടെ കാണാം ഈശ്വരൻ പറയുന്ന അർജുനൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വങ്ങൾ ആരാണെന്നുള്ളത്. അപ്പോൾ തെളിവ് ഈശ്വരൻ തന്നിരിക്കുക. ഞാൻ പഠിപ്പിക്കുന്നു, എന്നിൽ ശരണമടഞ്ഞിരിക്കുന്നു എങ്കിൽ ഇങ്ങനെയുള്ള തെളിവുകൾ ഭൂമിയിൽ കാണാൻ തുടങ്ങും. കണ്ടു തുടങ്ങിയിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ദിവ്യനേത്രത്തെ നമ്മൾ ഭഗവാനിൽ നിന്ന് സ്വീകരിച്ച് ഈ ഓരോ യോഗികളും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈശ്വരനെ തന്റെ കൺമുന്നിൽ കണ്ടനുഭവിക്കുവാൻ നമ്മളും തയ്യാറെടുക്കണം. ആദ്യം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ദിവ്യനേത്രം നമ്മൾ തിരിച്ചു നേടണം. പല പല
പാപകർമ്മങ്ങളുടെ കറകൾ പറ്റി അടഞ്ഞുപോയ നമ്മുടെ ആത്മനേത്രം തുറന്നു കിട്ടണം നമുക്ക്. അതിനായി ഈ ദിവ്യജ്ഞാനം സ്വീകരിക്കണം. അപ്പോൾ അടുത്ത ഒരു ഭാഗത്തിൽ നമ്മൾ ഈശ്വരനുമായി ദിവ്യമായ ബന്ധം സംയോജിപ്പിച്ച് സമ്പൂർണതയിലേക്ക് നടന്നെടുക്കുവാനുള്ള മാർഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈശ്വരനെക്കുറിച്ച് ഇത്രയധികം അടുത്തറിയുകയും ഈശ്വരൻ ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി വീണ്ടും നമുക്ക് പുതിയ ശ്ലോകങ്ങളുമായി അടുത്ത ഒരു ഭാഗത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം